നമസ്കാരം. പതിരും കതിരും. സാർ, എന്താണിത്? ഒരു CID നമ്മുടെ ഓഫീസിൽ ഫയലുകൾ പരിശോധിക്കുന്നു. മറ്റൊരു CID ഗോഡൌണിൽ ചാക്ക് കെട്ട് ചുമന്നു. നാടോടിക്കാറ്റിൽ ജോണി തിലകനോട് ചോദിക്കുന്ന ഈ രംഗം ഓർമ്മയില്ലേ? ഇതുപോലെയാണ് ചില കാഴ്ചകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതിനെപ്പറ്റിയാണ് ശിവൻകുട്ടി നമ്മോട് പറഞ്ഞത്. ഒരടുക്കളയിൽ MA ബേബി പാത്രം കഴുകുന്ന കാര്യം മാത്രം ശിവൻകുട്ടി ഓർത്തില്ല. KC വേണുഗോപാൽ അടുക്കളയിൽ കയറി കപ്പ വെന്തോ എന്ന് നോക്കുന്നതും മത്സ്യം വെന്തോ എന്ന് നോക്കുന്നതുമാണ് പുള്ളിക്ക് കുറ്റമായിട്ട് തോന്നിയത്. ഇനി BJPക്കാർ ഒരു ഭവന സന്ദർശനം നടത്താനിറങ്ങും. അവർ സന്ധ്യയാകുമ്പോൾ വന്ന് വിളക്കിൽ തിരിയിട്ട് കത്തിച്ച് ഭജന നടത്തിയെന്നിരിക്കും. എന്ത് കോക്കാമ്പിച്ചിത്തരവും കമ്മികൾക്ക് കാണിക്കാം, കൊങ്ങികൾക്ക് പാടില്ലത്രേ. നാട്ടിലെ പെണ്ണുങ്ങൾക്കിപ്പോൾ ഭയക്കാതെ സ്വന്തം അടുക്കളയിൽ കയറാൻ പറ്റില്ലെന്ന അവസ്ഥയായി. സത്യമാണ് ശിവൻകുട്ടി പറഞ്ഞത്. KCക്ക് ഇപ്പോൾ സമയം തീരെയില്ല. അടുക്കളകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നില്ല. ദില്ലിയിൽ ചെന്നാൽ സഫ്ദർജംഗ് റോഡിലെ നമ്പർ 10 വസതിയുടെ അടുക്കളയിലാണ് സദാസമയവും. ഇപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ അടുക്കളകളിൽ കപ്പ വേവുന്നത്, മത്സ്യം വേവുന്നത് എന്ന് പരിശോധിക്കുന്നതാണത്രേ അദ്ദേഹത്തിൻ്റെ രീതി. എല്ലാ വീടുകളിലും ചാളയാണോ ചൂരയാണോ നെയ്മീനാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവിത നിലവാരം അളക്കാനാണ് ശിവൻകുട്ടി KC പോകുന്നത്. ഒറോട്ട് കഴിച്ച് ചാകാതെ കിടക്കുന്നവരുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. അവർ അഭിമാനികളാണോ എന്ന് പ്രത്യേകം നോക്കണം. അങ്ങനെ ഒരു അടുക്കളയിൽ നിന്നിറങ്ങിയ KC ഒരു ഗിഗ് തൊഴിലാളിക്കൊപ്പം ബൈക്ക് യാത്ര ചെയ്തു. ഭക്ഷണം വിതരണം ചെയ്യുന്നവരുടെ പ്രശ്നം അറിയാനാണ് ആ പോക്ക്. ബേബി പാത്രം കഴുകി തീർന്നാലുടൻ വീട്ടുകാർ അടുത്ത പണി കൊടുക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള ഒരൊറ്റ നേതാവ് പോലും ബേബി സാറിനെ ഒന്ന് സഹായിക്കാനില്ല. KCക്കൊപ്പം അടുക്കള കയറുന്ന കോൺഗ്രസ് നേതാക്കൾ വേവ് നോക്കി അടുക്കളകൾ കാലിയാക്കുകയാണ്. ശിവൻകുട്ടിക്ക് അടുക്കള കയറുന്ന പരിപാടിയില്ല. ഒത്താൾ ഡെസ്കിൻ്റെ മുകളിലേ കയറൂ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാവരും ഓരോരോ പ്രവൃത്തികളിലാണ്. ഇനി അധികം സമയമില്ല. പിണറായി വിജയൻ കപ്പ് കടിക്കുന്നു, സെൽഫിക്കാരെ ആട്ടുന്നു, ചെണ്ടമേളക്കാരെ ഫള്ളു പറയുന്നു. ഗോവിന്ദൻ പിച്ചും പേയും പറയുന്നു, പെൻഷൻ നാടകത്തിൽ അഭിനയിക്കുന്നു. ബംഗാളികൾ വരെ ഇപ്പോൾ ഗോവിന്ദൻ മാഷെ എന്നെ വിളിക്കൂ. P. രാജീവിനാണെങ്കിൽ നൈപുണ്യമുള്ള വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്തുള്ള കരച്ചിലാണ്. അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. മകൾ എവിടെയാ, കേരളത്തിലുണ്ടോ സഖാവേ? നേതാക്കളുടെ നൈപുണ്യശേഷിയുള്ള മക്കളൊക്കെ വിദേശത്താണ്. അവർ ബാംഗ്ലൂരിലെ ബിസിനസ് നടത്തൂ. മിക്ക നേതാക്കന്മാരുടെയും മക്കൾ ഗൾഫ് നാടുകളിലാണ്. തൊഴിലൊന്നുമില്ലാത്തവർ മാസപ്പടിയും വാങ്ങി വീട്ടിലിരിക്കുന്നു. അതും ഒരു നൈപുണ്യമാണ്. കേരളത്തിലെ യുവജനങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചത് വിപ്ലവഗാനം പാടാനും പുഷ്പസംഗീതം ആലപിക്കാനും കണ്ടവനെ തല്ലാനുമല്ലേ? ശിവൻകുട്ടി മൊത്തത്തിൽ ഇപ്പോൾ ഫലിതത്തിൻ്റെ ആളായി മാറിയിരിക്കുകയാണ്. വാളയാർ പരമശിവത്തിൻ്റെ ബുദ്ധിയും സാക്ഷാൽ പരമശിവൻ്റെ താണ്ഡവഭാവങ്ങളും അഘോരി ശിവൻ്റെ അനുഗ്രഹഭാവങ്ങളും. KC വേണുഗോപാൽ അടുക്കള കയറുന്നതിനെ ആക്ഷേപിച്ച ശിവൻകുട്ടി അറിയുന്നുണ്ടോ വീട് കയറാൻ ചെന്ന കമ്മികളെ മനുഷ്യർ ആട്ടിയോടിക്കുന്ന കാര്യം? പാർട്ടിയുടെ ആഹ്വാനം കേട്ട് റീൽസ് ഇടാനായി ബന്ധുവീടുകളിൽ പോയതല്ലാതെ ഒരൊറ്റ സഖാവും അയൽപക്കത്ത് പോലും ഒരു വീട് കയറിയില്ല. കുറ്റബോധമില്ലാത്ത കള്ളന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഒരു വലിയ മെച്ചം. കള്ളന്മാരുടെ മുഖത്ത് എന്തൊരു പ്രശാന്തതയാണെന്നോ. അകത്ത് കിടക്കുന്നവനും അതെ, പുറത്തിറങ്ങിയവനും അതെ. സിസ്റ്റർ അഭയ കേസിൽ സാക്ഷ്യം പറഞ്ഞ അടയ്ക്കാക്കള്ളൻ്റെ സത്യസന്ധത പോലും ഈ അമ്പലക്കള്ളന്മാർക്കില്ല. രക്തസാക്ഷി ഫണ്ട് കേസിൽ ആരോപണ വിധേയനായ MLA മധുസൂദനൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ശ്രീകൃഷ്ണൻ എന്നാണ്. അപ്പോൾ പിന്നെ മോഷണം മുതലായ സ്യമന്തകം തേടി എന്താണ് ഇറങ്ങാത്തത്? അതേത് ജാമ്പവാൻ്റെ വീട്ടിലെ തൊട്ടിലിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തി തിരിച്ചു വാങ്ങണം. സ്യമന്തകം മോഷ്ടിച്ച പാർട്ടിയിലെ ജാമ്പവാന്മാരെ ആർക്കാണ് അറിയാത്തത്? ശിവൻകുട്ടി മുതൽ താഴോട്ടുള്ളതും മേലോട്ടുള്ളതുമെല്ലാം മറ്റുള്ളവരെ പരിഹസിച്ചങ്ങ് നടക്കുകയാണ്. ശിവൻകുട്ടി പറയുന്ന ഒന്ന് ക്ലിയറായി കേട്ടിട്ട് വേണം മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാൻ. ഗോവിന്ദൻ്റെ ഫലിതം തന്നെ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? പിണറായി പ്രസംഗിക്കുന്നിടത്ത് ചെണ്ടമേളക്കാർ മർമ്മതാളം അടിക്കുകയാണ്. ആ മഹത്തായ തള്ളുകൾ നിശബ്ദമായി കേൾക്കേണ്ടവരാണ് ജനം. ഞാൻ ഈ നാടിൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളവിടെ ചെണ്ടയടിക്കുന്നു എന്നായിരുന്നു പറച്ചിൽ. സംസാരത്തിനിടയിൽ തന്നെ കുത്തും കോമയും ആശ്ചര്യചിഹ്നവുമെല്ലാം സ്വയം വരുന്ന ഒരു പ്രസംഗ രീതി പിണറായിയെപ്പോലെ ലോകത്ത് ആരും അഭ്യസിച്ചിട്ടില്ല. നിർത്തി പാടുകുട്ടി, എങ്കിലല്ലേ ഭാവം വരൂ. ശിവൻകുട്ടി ഏതെങ്കിലും വീട് കയറാൻ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? KC ഉപ്പും വേവും നോക്കാൻ കേമനാണെങ്കിൽ ശിവൻകുട്ടി ഉറിയിൽ ഞാന്ന് പാചകത്തിൽ കയറി അടുപ്പ് കല്ലുകൾ ഇളക്കി കലമുടച്ച് വേവ് നോക്കുമായിരുന്നു. ശിവൻകുട്ടി വേവ് നോക്കുന്നത് ഓരോ അരിയും ഞെക്കിയല്ല, മൊത്തത്തിൽ ഞെക്കിയിട്ടാണ്.